നമസ്കാരം. KS കിസാൻ ബ്രെഡ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ചക്ക കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്നപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഈ കട്ട് ചെയ്യുന്നത്തെ നമുക്ക് കൊക്കോ കട്ട് ചെയ്യാവുന്നു. പല ആൾക്കാർക്കും ബാക്കറ്റ് കൊണ്ട് വെട്ടുകയും ഒക്കെയാണ് കൊക്കോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ കൊക്കോ പറിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൊക്കോ തീരാറായി. എന്നാലും ഈ കൊക്കോ ഇപ്പോൾ പറിച്ചോണ്ട് വന്നിട്ടുള്ളൂ. ഈ കത്തി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ചക്ക കട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് ഈ കൊക്കോയും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, ഇതിന്റെ സീഡ് മുറിയോ എന്ന്. ഇതിന്റെ സീഡൊന്നും മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇതോ ഇതിന്റെ കുരുവാണ്. ഇതോ ഈ കുരു യാതൊരുവിധ കംപ്ലൈന്റും സംഭവിച്ചില്ല. അതുപോലെ ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് പലരും ചോദിച്ചു, ചക്കയുടെ കുരു മുറിയുമെന്ന്. ചക്കയുടെ കുരു ഒരിക്കലും മുറിയത്തൊന്നുമില്ല. ചക്കയുടെ ചുള നമ്മൾ ഇങ്ങനെയാണ് സാധാരണ വെട്ടുന്ന പോലെ തന്നെയാണ് നമ്മൾക്ക് വെട്ടാൻ പറ്റുന്നത്. അത് കുഞ്ഞിക്കല്ലേ നമ്മളിങ്ങനെ കത്തി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തൊന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ചെയ്താൽ മാത്രമേ നമുക്കതിന് പ്രയോജനം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് മറന്നു പോകും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാനിടുന്ന കർഷക സംബന്ധമായ വീഡിയോ ആണ്. ഞാൻ ഒരുപാട് വീഡിയോ കർഷക സംബന്ധമായി ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ തേനീച്ച കൃഷി ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു വെട്ടിക്കകത്തുനിന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ തേൻ എടുക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എങ്ങനെയാണ് റാണിയെ നിലനിർത്തി കൂട്ടി റാണിമുട്ട ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ കൊക്കോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഇച്ചിരി പൊക്കത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഇരിക്കുമ്പോൾ പൊക്കത്തിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇരിപ്പ് ക്ലിയർ ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കട്ടിങ്ങും സുഖമായി കിട്ടുള്ളൂ. അത് കട്ട് ചെയ്യുന്നത് ഒന്ന് നോക്കാം. ഇതാ ഇതിന്റെ സീഡ് ഒന്നും മുറിഞ്ഞിട്ടില്ല. കണ്ടോ, സീഡ് മുറിഞ്ഞിട്ടില്ല. കുരുക്കള് യാതൊരുവിധ ഒന്നും സംഭവിച്ചിട്ടില്ല കുരുവിന്. കാരണം നമ്മൾ ഈ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേറൊരു രീതിയിൽ കട്ട് ചെയ്യാം. അതും കാണിച്ചു തരാം. ഇനി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അങ്ങനെ കട്ട് ചെയ്യാം. ഇതാ അങ്ങനെ കട്ട് ചെയ്തപ്പോഴും യാതൊരു കുഴപ്പമില്ല. ഇതാ കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂഞ്ഞില് ഒരു കാരണവശാലും കത്തിയിടരുത്. ഇതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് വേണം ഇടാൻ. കാരണം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ വൃത്തിയായിട്ടിട്ടില്ലെങ്കിൽ മാത്രമല്ല നമ്മൾ ഈ കിളുത്തതും അവർക്ക് എടുക്കത്തില്ല. ഇതുപോലുള്ള സംഭവം ഒന്നും ഇടരുത്. ഈ കൂഞ്ഞിൽ കാര്യങ്ങളൊന്നും ഇടരുത്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് വില തരത്തുള്ളൂ. അപ്പം രണ്ട് രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാ സീഡ് മുറിയുന്നില്ല. കേട്ടോ, ഒരു സീഡും മുറിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ കട്ട് ചെയ്തത് തിരിച്ചൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതാ ഒരു സീഡും മുറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് കൊക്കോ കട്ട് ചെയ്യാനും വളരെ എളുപ്പമുള്ള ഇതുപോലെ കൂഞ്ഞിൽ നമ്മൾ എപ്പോഴും കളയണം. കൂഞ്ഞിൽ അതുപോലെ കിളുത്തിട്ടുള്ള സംഭവം കളയണം. അപ്പം കൊക്കോ നമുക്ക് കട്ട് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മെഷീനായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ചക്ക കട്ട് ചെയ്യാൻ മേടിച്ചാണേലും കൊക്കോ കട്ട് ചെയ്യാൻ. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഈ മെഷീൻ എവിടുന്ന് മേടിക്കാന്നുള്ളതിന്റെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എന്റെ വാട്സപ്പിൽ ഞാൻ ആണ് ബന്ധപ്പെടേണ്ടത്. ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ എന്റെ ഇതിൽ കൊടുത്തേക്കാം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.